ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലോസ് ടു ഡ്രാമ വേൾഡ്. നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് വിധി എപ്പിസോഡ് 10 ആണ്. ഞാൻ വരുന്നില്ല, എനിക്ക് ടയേർഡാണ്, എനിക്ക് അത്രയ്ക്ക് മൂടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പുത്താണെങ്കിൽ കേങ്ങിനെ അവോയ്ഡ് ചെയ്തെങ്കിലും കറക്റ്റ് രാത്രി ആയപ്പോൾ കേങ്ങിന് ഇത്രയ്ക്ക് പുത്ത് വന്നല്ലേ. റൂമിൽ വന്ന് കിസ് ചെയ്യുന്നിടത്ത് വെച്ചാൽ നിർത്തിയത്. ബാക്കി എന്തായി ഇനി ഇന്നത്തോടെ ഇതൊക്കെ പറഞ്ഞു നിർത്താൻ വേണ്ടിയാണോ പുത്ത് വന്നത്? എന്താ സംഭവം എന്ന് അറിയത്തില്ല. നമുക്ക് പോയി നോക്കിയാലോ. പുത്താണെങ്കിൽ റൂമിലോട്ട് കയറി വരുമ്പോ തന്നെ നമ്മുടെ കേങ്ങാണ് അവിടെ നോക്കിയിരിക്കാണ്. വന്നത് കൈ കയറി പിടിക്കും. വന്നതും പുത്തൊരുമാതിരി ക്രൈസ് ആയിട്ട് വരുന്നത്. കിസ് ചെയ്യാൻ വരുമ്പോഴേക്കും കേങ്ങ് പുറകോട്ട് മാറും, പിന്നെയും കിസ് ചെയ്യാൻ വരുമ്പോ പുറകോട്ട് മാറും. അങ്ങനെ ടേബിളിൽ ചെന്ന് ഇടിക്കുമ്പോ ഉണ്ണാൻ എന്ത് ചെയ്യും? പുത്തെന്ത് ചെയ്യും? നമ്മള് കേങ്ങിനാണെങ്കിൽ പൊക്കി ടേബിളെ വെക്കും. പക്ഷെ എന്ത് ചെയ്യാനാ, കേങ്ങ നേരെ താഴ്ത്തിറങ്ങിട്ട് തിരിച്ച് പുത്തിനെ തിരിച്ച് പൊക്കി വേളെ വെക്കും. എന്റെ പൊന്നട പുത്തി, അവൻ റൂമിൽ വെച്ചന്ന് ഒരു ചാൻസ് നിനക്ക് തന്നെന്ന് വെച്ചിട്ട് എപ്പോഴെപ്പോഴും നീ അങ്ങനെയായിരിക്കും എന്ന് പ്രതീക്ഷിക്കില്ലാണ്. എപ്പോഴത്തെ പോലെ തന്നെ പിള്ളേർ അങ്ങോട്ട് നേരിട്ട് പരിപാടിയിലോട്ട് കിടന്ന് കിസ് ചെയ്തോണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ കേങ്ങ് പറയും, എല്ലാരെയും പോലെ എനിക്ക് ഡേറ്റ് ചെയ്യണോന്നൊക്കെ ആഗ്രഹമുണ്ട്, അതിന്റെ ഫീൽ എന്താന്ന് അറിയണോന്ന് പറയുമ്പോഴേക്കും മുത്ത് പറയും, ഓക്കെ ഞാൻ നിനക്ക് അറിയിച്ച് ചെയ്യാന്ന് പറയും. അതെനിക്ക് മനസ്സിലായില്ല, എന്തോ നമ്മൾ ഈ വീടൊക്കെ റെന്റിന് വേണമെന്ന് പറയുമ്പോൾ സെറ്റാക്കി തരാന്ന് പറയുന്നത് പോലെ ബോയ് ഫ്രണ്ടിനെ കറക്റ്റ് ചെയ്ത് കൊടുക്കാന്നാണോ ഇനിയിപ്പോ പറയുന്നത് എനിക്കറിയത്തില്ല. എന്താണ് എന്തോ. നമ്മുടെ പുത്താണ് ഇങ്ങനെ ടേബിളിൽ കിടക്കുമ്പോഴേക്കും കേങ്ങാണ് പുറത്തോട്ട് കയറി കിസ് ചെയ്യും. നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കും അല്ലേ. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം തീർന്നതാ, ഈ എപ്പിസോഡിലെങ്കിലും. പക്ഷെ എന്ത് ചെയ്യാനാ, ഡയറക്ടർ എന്ത് ചെയ്യും, ഒരു മെഴുകുതിരി ഊതിക്കെടുത്തി ആ സീൻ അങ്ങ് അവിടെ വെച്ച് കട്ട് ചെയ്യും. മൊത്തം ഇരുട്ടായിപ്പോ. ഇനിയിപ്പൊ എന്ത് കാണാനാ? അടുത്ത സീനിലോട്ട് പോകാം. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ പുത്തിങ്ങനെ കോളേജിന്റെ മുകളിൽ ഇങ്ങനെ പായുവിനെ നോക്കി നിൽക്കുകയാണ്. പായു ക്ലാസ്സും കഴിഞ്ഞ് താഴെ കൂടെ പോകുമ്പോഴേക്കും പായു എന്ന് പറഞ്ഞ് വിളിക്കും. പായു തിരിഞ്ഞു നോക്കുമ്പോഴേക്കും പുത്ത് ഹായ് എന്ന് കാണിച്ചിട്ട് പ്ലെയിൻ കിസ് കൊടുക്കും. ഉടനെ പായു പ്ലെയിൻ കിസ് പിടിച്ചിട്ട് താങ്ക് യു എന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് അങ്ങ് പോകും. ഇവര് നല്ല സിങ്കായി വരുന്നുണ്ടല്ലേ. അവസാനം ഇവർ രണ്ടും സെറ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നത്. പായു ഇങ്ങനെ പോകുന്നത് നോക്കി ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെ പുത്തി ഇങ്ങനെ മോള് നിൽക്കുവാണ്. ഇവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന കറക്റ്റ് സമയത്ത് നമ്മുടെ കേങ് എടുത്ത് വന്നിട്ട് ടോ എന്നൊക്കെ പറഞ്ഞ നമ്മളിങ്ങനെ വെക്കത്തില്ല, അതുപോലെ ഇങ്ങനെ വെക്കും. കേങ്ങിനെ പെട്ടെന്ന് അവിടെ കണ്ടതും പുത്ത് ഷോക്കായിട്ട് ചോദിക്കും, നീ എന്താ എവിടെയെന്ന് ചോദിക്കും. പറയും, ഇവിടെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ലീവാ, അപ്പൊ ആ ടീച്ചറിന്റെ പകരം ഞാൻ ഇന്ന് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നതാ. അത് തന്നെയല്ല, സത്യം പറയണ ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിസ് ചെയ്യാനൊക്കെ വരുന്ന രീതിയിൽ ക്ലോസ് ആയി വരുമ്പോഴേക്കും പുത്തിന് ഭയങ്കര ദേഷ്യമാണല്ലേ പബ്ലിക്കായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന. പുത്തന്നെ തള്ളിവിട്ടിട്ട് പറയും, നീ എന്താ കാണിക്കുന്നത്, ആരെങ്കിലും കാണും, മര്യാദ കടങ്ങി വാങ്ങി നിൽക്കുന്ന അറിയും. ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മുടെ കേങ്ങിന് ഭയങ്കര സങ്കടമാണെങ്കിലും കേങ്ങ് അറിയും, നീ ആരെയോ ഇഷ്ടമാണെന്ന് പറയുന്ന കേട്ടാ ചെറുക്കൻ എന്ത് ചെയ്യുന്ന ചോദിക്കും. എന്നെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തും, നീ അവനെ കാണാൻ പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുവന്ന് നിൽക്കും. പറയില്ല, നീയൊന്നും അവനെ കാണേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയും. എങ്ങനെ പോയാലും ക്ലാസ് കഴിയുമ്പോൾ നീ അവനെ കാണാൻ പോകത്തില്ല, അപ്പൊ എന്നെ കൂടെ കൊണ്ടുപോടാ പ്ലീസ് എന്ന് പറയും. ഇല്ല ഞാൻ നിന്നെ കൊണ്ടുപോകത്തില്ല എന്ന് ദേഷ്യത്തിൽ പണ്ടങ്ങ് നടന്നു പോകും. ഇങ്ങനെ ദേഷ്യത്തിൽ പോകുന്ന കാണുമ്പോഴേക്കും നമ്മുടെ ഇങ്ങനെ സങ്കടമായിട്ട് ഒന്നും മിണ്ടാതെ തന്നെ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കും. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് അന്ന് വൈകിട്ടാണ് ക്ലാസ് കഴിയുമ്പോഴേക്കും നമ്മുടെ പുത്തും പായും കൂടി ഇന്ന് വർത്താനം പറയാണ്. ക്ലാസ് കഴിഞ്ഞാലോ വൈകിട്ട് ഒന്നിച്ച് ഫുഡ് കഴിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും കേങ് അങ്ങോട്ട് വന്നിട്ട് പറയും, നിങ്ങൾ രണ്ടുപേരും ഫുഡ് കഴിക്കാൻ പോകണം, ഞാൻ നിങ്ങളോട് വരട്ടെ എന്ന് ചോദിക്കുമ്പോഴേക്കും പറഞ്ഞു തരുന്നതിന് മുമ്പ് നമ്മുടെ പുത്ത് കയറി പറയും, വേണ്ട നീ വരണ്ട, നീ ഒന്നും ഞങ്ങളോട് വരണ്ടെന്ന് പറയും. പുത്തിങ്ങനെ പറഞ്ഞു കേട്ടതും കേങ് കണ്ടാൽ ഓടി ചെന്നിട്ട് നമ്മുടെ പയ്യന്റെ കൈ പിടിച്ചിട്ട് പറയും, പ്ലീസ് എന്നെ കൂടെ കൊണ്ടുപോകാൻ, നിങ്ങളോട് എന്നെ കൂടെ കൊണ്ടുപോകുന്ന അറിയാം. നമ്മളിങ്ങനെ കൊഞ്ചിക്ക് പറയത്തില്ല, അതുപോലെ പറയും, എന്നെ കൂടെ കൊണ്ടുപോകും പ്ലീസ് എന്ന് പറയുമ്പോഴേക്കും പുത്തിന്റെ മുഖം കാണണം. അതായത് കേങ് പയ്യന്റെ കൈ പിടിച്ചപ്പോഴേക്കും ഭയങ്കരമായിട്ട് ദേഷ്യമായിട്ട് ഇങ്ങനെ കലിപ്പായിട്ട് നിൽക്കുകയാണ്. ഉടനെ പയ്യ എന്ത് ചെയ്യും, പുത്തിനെ നോക്കിയിട്ട് പറയും, സാരമില്ല നമുക്ക് ഇവനെ കൂടെ കൊണ്ടുപോകാന്ന് ഇങ്ങനെ പറയുമ്പോഴേക്കും ഇവൻ പറയും താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കും. അങ്ങനെ 3 പേരും കൂടെ പ്ലാൻ ചെയ്ത് റെസ്റ്റോറന്റിൽ പോയിരുന്ന് ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയാണ്. ഫുഡ് വന്നത് നമ്മുടെ കേങ് എന്ത് ചെയ്യും, പുത്തിനാണെങ്കിൽ ഇങ്ങനെ വാരി കൊടുക്കാൻ പറയും, എന്നാ കഴിക്കുന്നു. പുത്തെന്ന് പറയും വേണ്ട എന്ന് പറയുമ്പോഴേക്കും പറയും, അതെന്താ പായു ഉണ്ടെന്ന് പറഞ്ഞ് നാണിച്ചിട്ടാണോ നീ കഴിക്കാത്തതെന്ന് ചോദിക്കും. പറയും, ഞാൻ എന്തിനാണ് നാണിക്കുന്നതെന്ന് ഇവൻ ചോദിക്കും. സത്യം പറഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷനിൽ പുത്ത് ചിന്തിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുത്തിന് ഓൾറെഡി പായുവിനെ ഇഷ്ടമാണ്. കേങ്ങാണെങ്കിൽ ചുമ്മാ കുടുംബം കലക്കുന്ന രീതിയിൽ നീ കഴിക്ക്, അതായത് അവൻ ഇവനോട് ഇൻട്രസ്റ്റ് ഉള്ള രീതി, അതായത് ഇവർക്കിടയിൽ എന്തോ ഉണ്ടെന്ന് അവന് മനസ്സിലാകുന്ന രീതിയിൽ ഒരു പെരുമാറ്റം. അത് കണ്ട ആർക്കാണെങ്കിലും ദേഷ്യം വരും. പായു ഉള്ളതുകൊണ്ടാണ് നിനക്ക് നാണമായിട്ടാണ് നീ കഴിക്കാത്തതെന്ന് ചോദിക്കുമ്പോഴേക്കും ഉണ്ടാകുന്ന പുത്ത് പറയും, ഞാൻ എന്തിനാ നാണിക്കുന്നതെന്ന് ചോദിക്കും. നാണിക്കുന്നില്ലെങ്കിൽ നീ കഴിക്കെന്ന് പറഞ്ഞ് കോരി കൊടുക്കുന്നത് കാണുമ്പോഴേക്കും പായു ഉണ്ണയ്ക്കും, നിങ്ങൾ രണ്ടുപേരും നല്ല ക്ലോസ് ആണെന്ന് തോന്നുന്നല്ലോ എന്ന് പറയും. ഇത് കേട്ടത് ഒരേ സമയം തന്നെ രണ്ടുപേരും മറുപടി പറയും. നമ്മുടെ കേങ്ങാണെ യെസ് എന്ന് പറയും, പുത്താണെ നോ, ഞങ്ങൾ രണ്ടുപേരും ക്ലോസ് അല്ല എന്നും പറയും. ഇവർ രണ്ടുപേരുടെ മൊത്തത്തിലുള്ള കളി കണ്ടിട്ടുണ്ട് തന്നെ പായു പറയും, നിങ്ങൾ രണ്ടുപേരും കണ്ടിട്ട് വെറും ഫ്രണ്ട്സ് ആണെന്ന് മാത്രം തോന്നുന്നില്ല, കേങ്ങിന് പുത്തിന്റെ മേലെ ഒരു കണ്ണുണ്ടെന്ന് തോന്നുന്നല്ലോ എന്ന് പറയുമ്പോഴേക്കും കേങ് ഉണ്ടേനാ ഉണ്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിരിക്കും. പക്ഷെ പുത്ത് എന്ത് ചെയ്യേയില്ല, അവനങ്ങനൊന്നും ഇല്ല, ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ മാത്രം അവനോട് സ്നേഹമൊക്കെ ഉള്ളൂ എന്നും പറയും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മുടെ പുത്ത് മാറി നിൽക്കുമ്പോഴേക്കും പായു അടുത്ത് വന്നിട്ട് നമ്പർ കൊടുത്തിട്ട് പറയും, നീ എന്നോട് എന്റെ നമ്പർ ചോദിച്ചില്ലായിരുന്നോ, ഇതാ എന്റെ നമ്പർ എന്ന് പറഞ്ഞു കൊടുക്കും. കേങ്ങിനെ കണ്ടതിന് ശേഷം ഇവൻ നമ്പർ കൊടുക്കണമെങ്കിൽ ഇവൻ എന്തോ മനസ്സിലുണ്ടല്ലോ, ഇത് പണിയാകുമെന്നാ തോന്നുന്നത്.
ഇങ്ങനെ നമ്മുടെ പായും പുത്തും കൂടെ ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേങ്ങ് മാറി നോക്കുവാണ്. ഇവനാണെങ്കിൽ ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്, അതുപോലെ തന്നെ സങ്കടമുണ്ട്. ഇവർ തമ്മിൽ സെറ്റ് ആവുമെന്നിങ്ങനെ. ഉടനെ പുത്ത് പായുനോട് ചോദിക്കും, നമുക്ക് രണ്ടുപേർ കൂടെ വീട്ടിൽ പോയാലോ എന്ന് ചോദിക്കുമ്പോഴേക്കും പായു പറയും, വേണ്ട, നിന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, നീ അവനുമായിട്ട് വീട്ടിൽ പോ, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ട് പോകും. ഉടനെ പുത്തിനാണെങ്കിൽ ഭയങ്കര സന്തോഷം, നമ്പർ കിട്ടിയല്ലോ. ഫോണിൽ നോക്കി ചിരിച്ചോണ്ടിരിക്കുമ്പോഴേക്കും കേങ്ങ് വന്നിട്ട് ചോദിക്കും, ഓ നമ്പരൊക്കെ കിട്ടിയല്ലോ, ഇപ്പൊ ഭയങ്കര സന്തോഷമായല്ലോ, വാ നിന്നെ വീട്ടിലെങ്കിലും കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ കാറി വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. പുത്താണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് പായുവിന് മെസ്സേജ് ഒക്കെ അയച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇത് കണ്ടിട്ടാണെങ്കിൽ കേങ്ങനാണ് ഭയങ്കര ദേഷ്യം സങ്കടം ഒക്കെ വരുന്നുണ്ട്. എന്നിട്ട് അവസാനം എന്ത് ചെയ്യും, പുത്തിന്റെ ഫോൺ തട്ടിപ്പറിച്ച് മേടിക്കും. ഇത് കണ്ട പുത്ത് പറയും, നീ ഫോൺ താന്ന് പറയുമ്പോഴേക്കും പറയും, ഇന്ന് രാത്രി നീ എന്റെ കൂടെ വേണം സ്റ്റേ ചെയ്യാന്ന് പറയും. അത് കിട്ടാൻ പുത്ത് പറയില്ല, പറ്റത്തില്ല എന്ന് പറയും. ഓ എന്നെ മറികടന്നിട്ട് എന്നെ വേണ്ടാന്ന് വെച്ചിട്ട് നീ പോവോ എന്ന് പറഞ്ഞ് നേരെ നമ്മുടെ കേങ് എന്ത് ചെയ്യും, വന്ന് പുത്തിനെ കിസ് ചെയ്യും. കിസ് ചെയ്തിട്ടും പുത്തിന് യാതൊരു റിയാക്ഷനും ഇല്ല. കേങ് ഉദ്ദേശിക്കുന്നത് അവൻ ഇവനെ സെഡ്യൂസ് ചെയ്യുമ്പോഴേക്കും ഇവൻ സെറ്റ് ആവും എന്നുള്ള രീതിയിലാണ് കിസ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ പുത്തി യാതൊരു അനക്കം ഇല്ലാതിരിക്കുമ്പോഴേക്കും കേങ് റിട്ടേൺ വന്നിട്ട് പുത്തിന്റെ മുഖം നോക്കിയിട്ട് വീണ്ടും ചെന്ന് കിസ് ചെയ്യും. ഇങ്ങനെ തന്നെ ഇവൻ തുടർച്ചയായി ചെയ്തോണ്ടിരിക്കുക. പക്ഷെ പുത്തിന്റെ ഭാഗത്തുനിന്ന് യാതൊരു അനക്കവും ഇല്ല. ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും നമ്മുടെ കേങ്ങിനാണ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. കാരണം ഇവൻ ഇത്രയ്ക്കും ഫീലായിട്ട് സ്നേഹത്തോടെ കിസ് ചെയ്തിട്ട് ഇവൻ റിയാക്ഷൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ. സാധാരണ അവൻ നോക്കുമ്പോ തന്നെ സെഡ്യൂസ് ആകുന്ന ഇവൻ ഇത്രയ്ക്കും കല്ല് പോലെ ഇരിക്കുന്ന കാണുമ്പോഴേക്കും പിന്നെ റിട്ടേൺ വന്നിട്ട് ഇവനെ നോക്കുമ്പോഴേക്കും പുത്തിന്റെ മുഖത്ത് യാതൊരു മാറ്റവും ഇല്ല. ഇത് കാണുമ്പോ കേങ്ങിന്റെ കണ്ണൊക്കെ നിറഞ്ഞ് ഭയങ്കര സങ്കടമായിട്ട് വീണ്ടും ഒന്നും കൂടെ ഒരു ചാൻസ് എന്നുള്ള രീതി വീണ്ടും പോയി കിസ് ചെയ്യും. എന്നിട്ടും പുത്ത് തിരിച്ച് കിസ് ചെയ്യത്തുമില്ല, അനങ്ങത്തുമില്ല. ഉടനെ പുത്ത് പറയും, എന്തായി, മതിയായല്ലോ, ഇപ്പൊ ഓക്കെ അല്ലേ, എന്നെ നേരെ റൂമിൽ കൊണ്ടാക്കുമല്ലേ, ഇനി നീ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകുമെന്ന് പറയും. ഇതും കൂടെ കേൾക്കുമ്പോഴേക്കും കേങ്ങിന് ഭയങ്കര സങ്കടമായിട്ട് അവന് മനസ്സിലാവും, ഇനി ഒരു ചാൻസ് ഇല്ല, നമുക്ക് കഴിഞ്ഞ്, എല്ലാം പായു കൊണ്ടുപോയി എന്നൊരു മനസ്സിലാവും. പുത്ത് ഇങ്ങനെ ചേഞ്ച് ആയത് ഓർക്കുമ്പോഴേക്കും കേങ്ങിന് ഭയങ്കര സങ്കടമായിട്ട് കണ്ണെല്ലാം നിറഞ്ഞ് കരഞ്ഞിട്ട് പറയും, കാറിൽ നിന്ന് ഇറങ്ങി പോകുന്നു വേണ്ട, ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ നിന്നെ റൂമിൽ കൊണ്ടാക്കാം, എത്രയും നേരത്തെ എന്നാ അത്രയും നേരത്തെ നിന്റെ ലവറുമായിട്ട് നിനക്ക് ചാറ്റ് ചെയ്യാലോ എന്ന് ഭയങ്കര സങ്കടമായിട്ടാണ് പറയുന്നത്. ഇത് കേട്ടിട്ട് പുത്താണെങ്കിൽ ദേഷ്യപ്പെടുത്തേ ഉള്ളൂ ഇവനോട്. ഓ മതി, നിർത്ത് എന്നുള്ള അർത്ഥത്തിൽ ഇവൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്ന നമ്മുടെ പുത്ത് റൂമിൽ വന്നിട്ടാണ് കയ്യോടെ തന്നെ പായുവിനെ വിളിച്ച് ഫോണിൽ സംസാരിക്കുക. നാളെ നമുക്ക് സിനിമയ്ക്ക് പോയാലോ എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്യുമ്പോഴേക്കും പയ്യ പറയും, വേണ്ട, നമുക്ക് രണ്ടുപേർക്കും ഫ്രീ ഉള്ളൊരു ദിവസം നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി ഫോൺ വെക്കും. ഇതെല്ലാം കേട്ടോണ്ട് നമ്മുടെ മോൻ ഇരിക്കുമല്ലോ, മോൻ ഉടനെ ഓടി വന്നിട്ട് പുത്തിന്റെ പുറകിന്ന് ഹഗ് ചെയ്തുകൊണ്ടെന്നെ തിരിഞ്ഞിട്ട് പുത്തേക്കും, എന്തുവാടാ ഞാൻ ഫോൺ ചെയ്യുന്നേക്ക് നീ പാത്ത് നിന്ന് കേൾക്കുമായിരുന്നു എന്ന് ചോദിക്കും. പറയും, ഞാൻ എന്തിനാ പാത്ത് നിന്ന് കേൾക്കുന്നത്, നീ ഇവിടെ ഉറക്കെയല്ലേ ഇത് സംസാരിക്കുന്നത്, റൂമിൽ ഇരുന്നാൽ തന്നെ എനിക്ക് കേൾക്കാന്ന് പറയും. എന്നിട്ട് ചുമ്മാ പുത്തിനെ കളിയാക്കി പറയും, ഓ സംസാരിച്ചിട്ട് സിനിമയ്ക്കൊക്കെ കൊണ്ടുപോകാനായിട്ട് കറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ, സിനിമയ്ക്ക് പോയിട്ട് എന്ത് ചെയ്യാനാ പ്ലാൻ എന്നിങ്ങനെ കളിയാക്കി ചോദിച്ചോണ്ട് തന്നെ പുത്തറയും, ഒന്ന് പോടാ എന്നിട്ട് നിനക്ക് വേറെ പണിയൊന്നും ഇല്ലെന്ന് ചോദിച്ചോണ്ട് തന്നെ മോൻ പറയും, ഓ ഞാനും എന്റെ ലവറിന്റെ കൂടെ സിനിമയ്ക്കൊക്കെ പോയിട്ടുണ്ട്, എന്നിട്ട് ഞങ്ങൾ എന്തോ ചെയ്തെന്ന് അറിയാവോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും പുത്തറയും, നിനക്ക് വേറെ ഒരു ജോലിയില്ല, നീ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, ഇന്നാളെ തന്നെ നീ റൂം തുറന്നിട്ടിട്ട് നീ ടീമിന്റെ കൂടെ പോയി, അന്ന് കേങ് റൂമിൽ വന്നായിരുന്നെന്ന് പറയും. ഇത് കേട്ടത് മോൻ ഭയങ്കര ഷോക്കായിട്ട് ചോദിക്കും, എന്ത് അന്ന് രാത്രി കേങ് വന്നായിരുന്നെന്നോ. ഇവനിങ്ങനെ ഷോക്കായിട്ട് ചോദിക്കുമ്പോഴാണ് നമ്മുടെ പുത്തിനെ പെട്ടെന്ന് കത്തുന്നത്. അവൻ അറിയാതെ പറഞ്ഞു പോയല്ലോ. എന്നെ പറയാം, ഏയ് കേങ് അല്ല, നമ്മുടെ സെക്കൻഡ് ഇയർ പഠിക്കുന്ന കേങ് വന്നായിരുന്നെന്നാ ഞാൻ പറഞ്ഞത് എന്ന് പറയും. അതായത് വേറെ ആളാണെന്ന് ദിശ തിരിച്ചങ്ങ് വിട്ട്. ഇവിടെ നേരെ സിംഗട്ട് ചെയ്ത് കാണിക്കുന്ന പിറ്റേ ദിവസം കോളേജാണ്. നമ്മുടെ ടീമും മോണും കൂടി ഇന്ന് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേക്കും പുത്ത് ഭയങ്കര ഹാപ്പിയാണ്. ഫോൺ നമ്പറൊക്കെ കിട്ടി പായുമായിട്ട് ഫോൺ വിളിച്ചൊക്കെ സംസാരിച്ചല്ല. ഇവനിങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന കണ്ടത് മോണും ടീമും കൂടെ പരസ്പരം പറയും, ഇവൻ ഇന്ന് എന്താണ് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കറക്റ്റ് സമയത്ത് നമ്മുടെ കേങ് അങ്ങോട്ട് വരും. കേങ് എപ്പോഴും സുന്ദരനല്ലേ. കേങ് ഇങ്ങോട്ട് വന്നത് ഉടനെ തന്നെ ടീം പറയും, ഇന്നെന്താടാ നിന്റെ മുഖം ഭയങ്കര നന്നായിട്ട് സൂപ്പറായിട്ട് ഇരിക്കുന്നല്ലോ, എന്ത് പറ്റി, ഭയങ്കര ഒരു പ്രകാശമൊക്കെ ഉണ്ടല്ലോ, നീ ആരോടെങ്കിലും റിലേഷൻഷിപ്പിലാണോ, ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും കേങ് ഒരുമാതിരി ശോകത്തിൽ പറയും, പ്രണയമോ, എനിക്കോ, എന്നെയൊക്കെ ആര് പ്രണയിക്കാനാടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ പുത്തിനെ ഒരു ലുക്ക് വിടും. എന്നിട്ട് പറയും, നമ്മളെയൊക്കെ ആർക്ക് ഇഷ്ടപ്പെടാനാടാന്ന് പറയും. ഇവനിങ്ങനെ പുത്തിനെ നോക്കുന്നത് നമ്മുടെ മോണും ടീമും ശ്രദ്ധിക്കുന്നുണ്ട്. ഉടനെ പുത്ത് ചാടി എഴുന്നേച്ചിട്ട് പറയും, ഞാൻ പുറത്തു പോവാ, ഇവിടെ വെതർ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് പോകും. ഇവനിങ്ങനെ അങ്ങോട്ട് പോയതും നമ്മുടെ കേങ്ങിന്റെ മുഖമൊക്കെ മാറി ഭയങ്കര സങ്കടമാവും. ഇതെല്ലാം ശ്രദ്ധിക്കുന്ന നമ്മുടെ ടീമിനും മോണ്ടും മനസ്സിലാവും ഇവർക്കിടയിൽ എന്തോ ഒരു സംഭവം ഉണ്ട് എന്ന് മനസ്സിലാവും. എന്നിട്ട് കേങ്ങിനെ സമാധാനിപ്പിക്കുന്ന രീതി ഇവനോട് എന്ത് പറയുമെന്ന് അറിയാത്ത രീതിയിൽ അവർ രണ്ടും ഇവനെ നോക്കും. സത്യത്തിൽ ഇവരാണെങ്കിൽ ഭയങ്കര സീക്രട്ട് ആയിട്ടാണ് ഇവരെ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ഇപ്പം നമ്മുടെ കേങ് വന്നാലും ടീം എന്ത് ചെയ്യും, പുത്തിനെ നോക്കും. ഇനി കേങ് ടീമിനോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, പക്ഷെ ഒരുമാതിരി ആക്കിയവരുടെ ടീം എന്തായാലും പുത്തിനെ നോക്കും. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്ന നമ്മുടെ പുത്ത് പഠിപ്പിക്കുന്ന കോളേജാണ്. പായുസാറാണെങ്കിൽ ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ പുത്താണെങ്കിൽ വെള്ളമൊക്കെ വാങ്ങിച്ചുകൊണ്ട് അവിടെ കൊണ്ട് കൊടുത്തിട്ട് പറയും, നന്നായിട്ട് വർക്ക് ചെയ്യും, ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. പിന്നെ വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് രണ്ടുപേരും കൂടെ കയ്യിലൊക്കെ പിടിച്ച് ഹാപ്പി ആയിട്ട് നടന്നു പോവാണ്. ഇവർ രണ്ടുപേരും ഇത്ര ഹാപ്പി ആയിട്ട് സംസാരിച്ച് കപ്പിൾസിനെ പോലെ കൈയൊക്കെ പിടിച്ച് നടന്നു പോകുന്നത് കോളേജിന്റെ മുകളിലത്തെ നിലയിൽ നിന്ന് നമ്മുടെ കേങ് കാണുന്നുണ്ട്. ഇത് കണ്ടിട്ടാണ് കേങ്ങിന്
ഇങ്ങനെ ഭയങ്കര സങ്കടം. അയ്യോ ഇതൊരു വല്ലാത്ത സങ്കടം അല്ല എന്റെ പൊന്നെ. എങ്ങനെയാണ് സങ്കടം വന്നിട്ട് വയ്യ. സങ്കടം കൂടിയപ്പോ എന്ത് ചെയ്യാ, അന്ന് രാത്രി നേരെ നമ്മുടെ പുത്തിന്റെ റൂമിലോട്ടിങ്ങ് പോരും. പുത്താണ് ഉറങ്ങി എഴുതിച്ച് നോക്കുമ്പോ കേങ് അവിടെ ഇരിക്കുന്നത്. എങ്ങനെ കണ്ടോണ്ട് നിൽക്കും. നീ എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിക്കും. പറയും അതെന്താ എനിക്ക് ഇവിടെ വരാൻ പാടില്ല, നിന്നെ കാണാൻ പാടില്ല, ഞാൻ നിന്നെ മിസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് നേരെ ഇവനെ തള്ളി ബെഡിലോട്ട് ഇടും. പുതണ്ണനെ ബെഡിൽ കിടന്നിട്ട് പറയും ഞാൻ നിന്നെ മിസ് ചെയ്തില്ല എന്ന് പറയും. ഇവൻ ഇത്ര ദേഷ്യത്തിൽ പറഞ്ഞിട്ട് നമ്മുടെ കേങ് എന്ത് ചെയ്യും, ഇവനെ കിസ് ചെയ്യാൻ വരും. വന്നോണ്ട് തന്നെ പുത്തെന്ത് ചെയ്യും, മുഖം മാറ്റും. മുഖം മാറ്റിയിട്ട് വീണ്ടും കേങ് എന്ത് ചെയ്യും, ഇവനെ കിസ് ചെയ്യാൻ വരുമ്പോഴേക്കും പുത്ത് ദേഷ്യത്തിൽ മുഖം മാറ്റിയിട്ട് പറയും ഇതിനെക്കാട്ടി അപ്പുറം എനിക്ക് നിന്നോട് വെറുപ്പ് തോന്നിപ്പിക്കരുതേ എന്ന് പറയും. എന്റെ പൊന്ന് എന്തൊരു ഡയലോഗ് അല്ല. നമ്മൾ സ്നേഹമായിട്ട് കിസ് ചെയ്യാൻ വരുമ്പോഴേക്കും നീ ഇങ്ങനെ കിസ് ചെയ്യാൻ വരുന്നോണ്ട് ഞാൻ നിന്നെ ഇതിനെക്കാട്ടി അപ്പുറം വെറുക്കത്തേ ഉള്ളെന്ന് പറയുമ്പോ എന്ത് സങ്കടമായിരിക്കല്ലേ. നമ്മുടെ കേങ്ങിനാണെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടമായിട്ട് ഇപ്പൊ കരയെന്നുള്ള രീതിയിൽ പുറകോട്ട് മാറിയിട്ട് പറയും ഞാനിവിടുന്ന് പോകണം, അത്രയല്ലേ ഉള്ളു. ശരി ഞാൻ പോയേക്കാന്ന് പറഞ്ഞിട്ട് ഇവനെ കുറച്ചേരം നോക്കി നിന്നിട്ട് ഇവനാണെങ്കിൽ ഭയങ്കര സങ്കടമായിട്ട് അവിടെ നിന്ന് ഇറങ്ങിയ റൂമിൽ നിന്ന് അങ്ങ് പോകും. യൂസ് ചെയ്യാൻ കണ്ടപ്പോ എനിക്ക് സത്യമായിട്ട് ഭയങ്കര സങ്കടം വന്നു. ഇനി അങ്ങോട്ടുള്ള പുത്തിന്റെ ഓരോ പെരുമാറ്റം കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നും. കേങ് എന്ത് പാവാന്ന് തോന്നും. അപ്പം ഈ ഡ്രാമയുടെ ആദ്യം തൊട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും കേങ് എങ്ങോട്ടും പോകത്തില്ല. എപ്പോഴും കോളേജ് കഴിയുമ്പോഴേക്കും നമ്മുടെ പുത്ത് പാടുന്ന ബാറിൽ വന്നിരിക്കത്തേ ഉള്ളു. എപ്പോഴും മോണും ടീമും ഒക്കെ അവരുടെ ബോയ് ഫ്രണ്ടുമായിട്ട് പോകുമ്പോഴും അവൻ എപ്പോഴും അവിടെ തന്നെ ഇരിക്കും. നമ്മുടെ പുത്തിനെ കാണാൻ വേണ്ടി ഇരിക്കുന്നതാണ്. ഇതൊന്നും ഇവൻ അറിയത്തില്ലല്ലോ. ഇതൊക്കെ ഇവൻ എപ്പോഴാണ് ഇതിനെ അറിയാൻ പോകുന്നത്. അപ്പോഴേക്കും നമ്മുടെ കേങ് സങ്കടപ്പെട്ട ഒരു വഴിയാവും. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്ന കുറച്ച് ആഴ്ചകൾക്ക് ശേഷം നമ്മുടെ കേങ്ങാണ് ഭയങ്കര സങ്കടത്തിലാണ്. ബ്രേക്കപ്പ് ആയ പോലെ ഒരു ഫീലില് ഇങ്ങനെ റൂമിൽ താഴെ തന്നെ ഇങ്ങനെ ഇരിക്കുന്ന കറക്റ്റ് സമയത്ത് പുത്തിന്റെ അടുത്തുനിന്ന് മെസ്സേജ് വരും. എനിക്ക് നിന്നെ ഒന്ന് കണ്ട് ഇന്ന് നൈറ്റ് സംസാരിക്കണം, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറയും. ഇത് കാണുമ്പോ തന്നെ നമ്മുടെ കേങ്ങിന്റെ മുഖത്ത് ഭയങ്കര സങ്കടമാണ്. ഉടനെ ഈ മെസ്സേജ് നോക്കിയിട്ട് അവനൊരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. ഒരു ദിവസം രണ്ടുപേരും കൂടെ ഇന്റിമേറ്റ് ആയിട്ട് ഇരുന്നിട്ട് രണ്ടുപേരും കൂടെ ഇന്ന് വർത്താനം പറയുമ്പോഴേക്കും നമ്മുടെ പുത്ത് പെട്ടെന്ന് പറയും നമുക്ക് കുറച്ചു നാളത്തേക്ക് ഇതൊന്നും വേണ്ട, നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് എടുക്കാന്ന് പറയും. ഇത് കേട്ടതും ഷോക്കായിട്ട് കേൾക്കും. എന്ത് പറ്റി, നിനക്ക് എന്താ ബോറടിക്കുന്നതെന്ന് ചോദിക്കും. പറയും ബോറൊന്നും അടിക്കുന്നൊന്നും ഇല്ല, എനിക്കൊരാളെ ഇഷ്ടമാണ്, ഞാനൊരാളെ പ്രണയിക്കുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞതെന്ന് പറയും. ഇത് കേൾക്കുമ്പോ തന്നെ നമ്മുടെ കേങ്ങിന്റെ മോഹമൊക്കെ ഭയങ്കരമായിട്ട് മാറും. എന്നിട്ട് ചോദിക്കും അതാരാണെന്ന് ചോദിക്കുമ്പോൾ പറയും എന്റെ കൂടെ ട്യൂഷൻ പഠിപ്പിക്കുന്ന ഒരാളാണ്, എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്, കുറച്ചുനാൾ ഞാൻ അവനുമായിട്ട് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ സമയമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് എന്റെ ബോയ് ഫ്രണ്ട് ആയിട്ട് ഇരിക്കാവോന്ന് ഞാൻ ചോദിക്കാൻ പോവാ, അതാ എന്റെ പ്ലാൻ, അതുകൊണ്ട് ഞാൻ പറഞ്ഞാന്ന് പറയുമ്പോഴേക്കും കേങ്ങിന് ഭയങ്കര സങ്കടമായിട്ട് പറയും അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടാവും നീ എന്നോട് നേരത്തെ പറയണം എന്ന് പറയും. ഒന്നെ പുത്തുവയ്ക്ക് അതെന്താന്ന് ചോദിക്കുമ്പോൾ പറയും അപ്പോഴേക്കും ഞാൻ എന്റെ മൈൻഡൊക്കെ കുറച്ച് സെറ്റ് ആക്കി നിർത്തും, അതിനു വേണ്ടിയാണെന്ന് പറയും. ഇങ്ങനെ മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കേങ് ആണെങ്കിൽ ഇപ്പൊ ഈ മെസ്സേജ് കണ്ടിട്ട് ഷോക്കായിട്ടിരുന്ന് ആലോചിക്കുക. എന്നിട്ട് തന്നെത്താനെ മനസ്സിലാലോചിക്കും ചിലപ്പോ അവനെ ബോയ് ഫ്രണ്ട് ആയിട്ട് ഇരിക്കാമോ എന്ന് ചോദിക്കാൻ പോവായിരിക്കും. അത് പറയാനായിരിക്കും നമുക്ക് മെസ്സേജ് അയച്ചിന്ന് കാണണമെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞ ചെറുക്കനാണെങ്കിൽ ഭയങ്കര സങ്കടമായിട്ടിരിക്കുക. എന്ത് ചെയ്യാനാടാ അല്ലേ, നീ നിന്റെ മാക്സിമം നീ ശ്രമിക്കും, ചിലപ്പം കിട്ടും. എല്ലാ സ്റ്റോറിയിലും ഹാപ്പി എൻഡിങ് വരണമെന്നില്ലല്ലോ അല്ലെ. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്ന അന്ന് നൈറ്റ് നമ്മുടെ കേങ്ങിന്റെ വീട്ടിൽ കാണാൻ പുത്തും കേങ്ങും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കും. അവിടെ മൊത്തം ഈ ഡിന്നറിനൊക്കെ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ സ്പെൻഡ് ചെയ്തില്ല, അതുപോലെ എല്ലായിടവും ഡെക്കറേഷൻ ചെയ്ത് വെച്ചിരിക്കുക. ഇതൊക്കെ കണ്ടിട്ട് പുത്തിന് ഒരുമാതിരി ഇതാകും, കാരണം ഇവരുടെ അടുത്ത് ബ്രേക്കപ്പ് ചെയ്യാൻ വന്നിരിക്കുമല്ലേ. ഇതെല്ലാം കൂടെ കണ്ടിട്ട് ഇതൊക്കെ എന്തോന്ന് ചോദിക്കുമ്പോഴേക്കും കേങ്ങ് പറയും ഒന്നും ചോദിക്കണ്ട, ഇപ്പൊ നീ ഫുഡ് കഴിക്കുന്ന അറിയും. ഇവൻ ഫുഡ് കഴിക്കാതെ തന്നെ ഇവനോട് പറയും നാളെ ഞാൻ പായുവിനോട് എന്റെ ബോയ് ഫ്രണ്ട് ആയിട്ട് ഇരിക്കാവോ എന്ന് ചോദിക്കാൻ പോവാന്ന് പറയും. ഇത് കേട്ട് നമ്മുടെ കേങ്ങിന് ഭയങ്കര സങ്കടമായിട്ട് മുഖമൊക്കെ മാറും. എന്നിട്ട് ചോദിക്കും പിന്നെ തൊട്ട് പഴയ പോലെ നമുക്ക് ഇരിക്കാനൊന്നും പറ്റത്തില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും പുത്ത് പറയും നീ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, ഞാൻ എപ്പോഴും നീട്ട് നല്ലൊരു ഫ്രണ്ട് ആയിരിക്കും, നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാം, പിന്നെ പഴയ പോലെ അതൊന്നും കാണത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയും. അതായത് കവി ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ് അല്ല, അതിന്ന് ബെനിഫിറ്റ് അങ്ങ് വെട്ടിക്കളയും, ഉള്ളി ഫ്രണ്ട്സ്. ആർക്ക് കാണണം പിന്നെ സീരിയസ്, ഒന്നെങ്കിൽ കപ്പിൾ ആയിരിക്കണം അല്ലെങ്കിൽ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ് ആയിരിക്കണം. ഈ രണ്ട് കേസായിട്ട് ഞങ്ങൾ എടുക്കത്തുള്ളൂ. ഫ്രണ്ട്സ് മാത്രമാണെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, മിനിമം ഉള്ളി ഫ്രണ്ട്സ് പോലത്തെ ഫ്രണ്ട്സ് എങ്കിലും ആയിരിക്കണം. ആ സീരിയസ് എന്തു അല്ലെ, ഓ ആരൊക്കെ തമ്മിലാണ് കണക്ഷൻ, ആരൊക്കെ തമ്മിലാണ് അവിഹിതം, നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആയിപ്പോ. പിന്നെ ആ സീരീസിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ എല്ലാ എപ്പിസോഡിലും ഒരു ട്വിസ്റ്റിലാ കൊണ്ട് നിർത്തുന്നേ. ഇവര് തമ്മിൽ കണക്ഷൻ ഉണ്ടായിരുന്നേ, ഇവര് തമ്മിൽ എന്താ ബന്ധം, നമ്മളെ തന്നെ ഒരു കുഴപ്പിക്കല്ലേ. ആ സീരീസിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇനി മുന്നോട്ടുള്ള ഇവന്മാരുടെ ഫ്രണ്ട്ഷിപ്പ് ഏത് രീതിയിലാണോ നോക്കാൻ നമുക്ക് എന്താവുമെന്ന്. പുത്തുവരത്തിൽ ഇന്ന് നമുക്കിടയിൽ ഒന്നും ഇല്ല, ഫ്രണ്ട്സ് മാത്രം എന്ന് പറയുമ്പോഴേക്കും കേങ്ങിന് ഭയങ്കര സങ്കടമായിട്ട് പറയും എത്രയോ ആൾക്കാർക്ക് എന്നെ ഇഷ്ടമാണ്, 100 കണക്കിന് ആൾക്കാർക്ക് എന്നെ ഇഷ്ടം, പക്ഷെ എനിക്കിഷ്ടം നിന്നെ അല്ലേ എന്ന് പറയും. ഇവൻ ഭയങ്കര സങ്കടമായിട്ട് കരഞ്ഞുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇത് കേട്ടതും പുത്തിരി ദേഷ്യമായിട്ട് വയ്ക്കും നീ എന്തിനാ പെട്ടെന്ന് ഇപ്പൊ റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കുന്നത് എന്ന് വയ്ക്കും. എന്നിട്ട് പറയും നീ നന്നായിട്ട് ഫ്ലർട്ട് ചെയ്യും, ഞാനും നന്നായിട്ട് ഫ്ലർട്ട് ചെയ്യും, അതുകൊണ്ട് നമ്മൾ രണ്ടോട് ടൈം ഒന്നിച്ച് സ്പെൻഡ് ചെയ്ത് നല്ല ഹാപ്പി ആയിട്ടിരുന്നു, ഇനി മുന്നോട്ട് വേണ്ടാന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയും. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ഭയങ്കരമായിട്ട് സങ്കടമായിട്ട് കേങ്ങ് കാരണോണ്ട് പറയും എന്തേ എന്നെ പോലെ ഇരിക്കുന്ന ചെറുക്കൻ
ഒന്നും പ്രണയിക്കാൻ പറ്റത്തില്ല, അവർക്കൊന്നും റിയൽ ലവ് ഒന്നും പറ്റത്തില്ലേന്ന് ചോദിക്കും. അയ്യോ നമ്മുടെ കേക്ക് കരയുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ സങ്കടം വരുമല്ലേ. ഒരാളെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്, അയാൾ നമ്മുടെ കൂടെ നടന്ന് ഹാപ്പി ആയിട്ടൊക്കെ നടന്നിട്ട് അയാൾക്ക് ഇഷ്ടം വേറൊരാളെന്ന് അറിയുമ്പോ എന്ത് സങ്കടം അല്ലെ. നമ്മുടെ കേങ്ങിന്റെ കരച്ചിൽ കാണാൻ എനിക്ക് തന്നെ സങ്കടം വന്ന്. പക്ഷെ കേങ്ങിങ്ങനെ കരയുന്ന കണ്ടിട്ട് നമ്മുടെ പുത്തിനാണെങ്കിൽ ഒരു സങ്കടം വരുന്നില്ല. പുത്തോണ്ട് തന്നെ പറയും, ഞാൻ പറയാൻ വന്നത് ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അങ്ങനെ കേങ്ങ് പുറകെ വിളിച്ചിട്ട് പുത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ കേങ്ങാണെങ്കിൽ കുഞ്ഞു പിള്ളേർ കരയുന്നതിനൊക്കെ ഭയങ്കരമായിട്ട് കരഞ്ഞോണ്ടിരിക്കുവോ. സങ്കടം വന്നിട്ട് അയ്യോ പാവം. എന്നിട്ട് കരഞ്ഞോണ്ട് തന്നെ പറയും, നീ ഇപ്പൊ പോകരുത്, കുറച്ചു നേരം ഇവിടെ ഇരിക്കുക, എന്റെ ബോയ് ഫ്രണ്ട് ആയിട്ട് കുറച്ചു നേരം അഭിനയിക്കെങ്കിലും ചെയ്യുമെന്ന് പറയും. പുത്ത് നോക്കുമ്പോ ഇവനിങ്ങനെ കരയുന്ന ഇത്രയും ഫീൽ ചെയ്ത് പറയുമ്പം എന്തോ എന്റെ മനസ്സ് മാറിയിട്ട് ഇവനിങ്ങനെ നോക്കും. ഉടനെ കേങ്ങ് വീണ്ടും കരഞ്ഞോണ്ട് പറയും, പ്ലീസ് നീ പോകല്ലേ, നീ കുറച്ചു നേരം ഇവിടെ ഇരിക്കോ, കുറച്ചു നേരം എന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യോ, അത് മാത്രം മതി, ഞാൻ കുറെ നാളത്തേക്ക് ഇതെല്ലാം ഓർത്ത് വെച്ചോളാം, പ്ലീസ് നീ ഇപ്പൊ പോകല്ല, എന്റെ കൂടെ കുറച്ചായിരുന്നു ടൈം സ്പെൻഡ് ചെയ്ത്, നീ വേറെ ഒന്നും ചെയ്യണ്ട, എന്റെ കൂടെ വെറുതെ ഇരുന്നാൽ മാത്രം മതി പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരയുവാണ്. പുത്തിനാണെങ്കിൽ ഒരുമാതിരിയായിട്ട് ഇവനിങ്ങനെ നോക്കണം. ഉടനെ കരഞ്ഞോണ്ട് പിന്നെയും പറയും, പ്ലീസ് നീ കുറച്ചു നേരം എന്റെ കൂടെ വന്ന് ഇരുന്നാൽ മതി, പ്ലീസ് നീ എന്റെ കൂടെ കുറച്ചു നേരം വന്ന് ഇരിക്കുമോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരയാണ്. ഇവനിങ്ങനെ കരയുന്ന കാണുമ്പോ എന്ത് പറ്റി നിർത്തില്ല. പുത്തിന്റെ മനസ്സൊക്കെ മാറി അവൻ തന്നെ വന്നിട്ട് നമ്മുടെ കേങ്ങിനെ കിസ് ചെയ്യും. എന്നിട്ട് ഹഗ് ചെയ്തിട്ട് അവനെ സമാധാനിപ്പിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞ് കാണിക്കുന്ന രണ്ടുപേരും കൂടെ ഒന്നിച്ച് ബെഡിൽ കിടക്കുന്നതാണ്. പക്ഷെ വേറൊന്നും നടന്നിട്ടൊന്നും ഇല്ല. നമ്മൾ വിചാരിക്കും കേങ് ഇങ്ങനെ കരയുന്നതൊക്കെ കണ്ടപ്പോ നമ്മുടെ പുത്തിന്റെ മനസ്സ് മാറിയെന്ന്. പക്ഷെ ഇല്ല, പുത്തോണ്ടനെ കേങ്ങിനോട് വെക്കും, നീ എന്ത് വിചാരിച്ച അവസാനമായിട്ട് ഒരു വട്ടം കൂടെ എന്റെ കൂടെ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നല്ലേ നീ ആഗ്രഹിച്ചത്, നമുക്കിപ്പൊ നോക്കിയാലോ എന്ന് ചോദിക്കുമ്പോഴേക്കും കേങ് പറയും, നീ ശരിക്കും സത്യമാണോ പറയുന്നതെന്ന് ചോദിക്കും. ഉടനെ പുത്തറയും അതേന്ന് പറയും. ഉടനെ കേങ് വന്നിട്ട് നേരെ അവനെ കിസ് ചെയ്തിട്ട് പറയും, നിന്റെ തോളിൽ ഇങ്ങനെ കിടക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം, വേറെ ഒന്നും ചെയ്യേണ്ട, എനിക്ക് ഇങ്ങനെ കിടന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പുത്തിന്റെ തോളോട്ട് കിടക്കും. ഇവനിങ്ങനെ പറഞ്ഞത് പുത്തിന് ഇഷ്ടപ്പെട്ട എന്താന്ന് അറിയത്തില്ല. പുത്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ചിട്ട് കേങ്ങിനെ നെറ്റിയിൽ കിസ് ചെയ്യും. ഇവന് ഇഷ്ടമല്ല, പക്ഷെ ഇവൻ എപ്പോഴും ഇങ്ങനെ നെറ്റിയിൽ കിസ് ചെയ്യും. ഇങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മുടെ നെറ്റിയിൽ കിസ് ചെയ്യുന്നവർക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടമായിരിക്കും എന്ന്. അറിയത്തില്ല കേട്ടോ, നിങ്ങൾ ഈ തീവതും വെച്ചുകൊണ്ട് മനസ്സിരിക്കല്. ഇപ്പോഴത്തെ നമ്മളെ ആരും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇവിടെ നേരെ സിംഗട്ട് ചെയ്താണെങ്കിൽ പിറ്റേ ദിവസം രാവിലെയാണ് നമ്മുടെ കേങ് കണ്ണു തുറന്ന് നോക്കുമ്പോഴേക്കും പുത്തടുത്തില്ല. അവൻ എഴുന്നേച്ച് പോയി. അവൻ പോയിന്ന് അറിയുമ്പോഴേക്കും ഇവന് ഭയങ്കര സങ്കടമാണ്. ഇനി ഒരിക്കലും പുത്ത് തിരിച്ചു വരത്തില്ലല്ലോ, മറ്റവന് ഇഷ്ടമെന്ന് പറയാൻ പോയല്ലേ. അതൊക്കെ ഓർത്തിട്ട് ഭയങ്കര സങ്കടമായിട്ട് അവൻ വെച്ചോണ്ടിരുന്ന തലങ്ങണ എടുത്ത് കെട്ടിപ്പിടിച്ച് സങ്കടപ്പെട്ട് കിടന്നങ്ങ് ഉറങ്ങും. അപ്പോഴേക്കും നമ്മുടെ പുത്ത് എവിടെ വന്ന് കോളേജിൽ വന്ന് നമ്മുടെ പായുവിനെ കാണാൻ വേണ്ടി. പായുവാണ് ഒരുങ്ങി സുന്ദര കുട്ടപ്പനായിട്ട് വരുവാണ്. പുത്താണ് പായുവിനെ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുക. പയ്യോ വന്നത് കൊണ്ട് തന്നെ പറയും, നമുക്ക് സമയമായി, നമുക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോഴേക്കും പുത്ത് എഴുന്നേറ്റിട്ട് പറയും, നമുക്കിത് ശരിയായ ടൈം ആയില്ല എന്ന് തോന്നുന്നു എന്ന് പറയും. ഇവനിങ്ങനെ പറയുന്ന കേൾക്കുമ്പോ തന്നെ നമ്മുടെ പായുവിന് മനസ്സിലാവും എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന്. നമുക്ക് സമയമായില്ല എന്ന് പറയുന്നത് കേട്ടത് കൊണ്ട് തന്നെ പായു പറയും, ഞാൻ നിന്നൊരു വൃദ്ധനെ പോലെയാ കാണുന്നല്ല, അതിനു മേലെ വേറെ ഒന്നും ഇല്ല, ഞാനും അങ്ങനെ തന്നെ ചിന്തിച്ചോണ്ടിരുന്നത്. ഞാൻ വിചാരിച്ചു നീ എന്നോട് ചോദിക്കുമ്പോ എന്റെ ബോയ് ഫ്രണ്ട് ആയിട്ട് ഇരിക്കാവോ എന്ന് ചോദിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ നീ എന്റെ അടുത്ത് ബ്രേക്കപ്പ് ചെയ്യാനല്ലേ വന്നത് എന്ന് ചോദിക്കും. ഇവനിങ്ങനെ ചിരിച്ചോണ്ട് ചോദിക്കുന്ന കണ്ടത് കൊണ്ട് തന്നെ പുത്തി വയ്ക്കും, നിനക്ക് എന്നോട് ഒരു ദേഷ്യവും ഇല്ലേന്ന് ചോദിക്കാൻ പറയും. എനിക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല, കാരണം എന്റെ മനസ്സിൽ വേറെ ഫീലിങ്സ് ഒന്നുമില്ല, ഞാൻ നിന്നെ ഒരു ബ്രദറിനെ പോലെ കണ്ടത്, പിന്നെ എനിക്ക് എന്തിനാ നിന്നോട് ദേഷ്യം തോന്നുന്നത്, നിനക്ക് സങ്കടമൊന്നും ഇല്ലേന്ന് പുത്തി വയ്ക്കുമ്പോഴേക്കും പറയേയില്ല, എനിക്ക് യാതൊരു ഫീലിങ്സും ഇല്ല, എനിക്കും നീ പറഞ്ഞത് തന്നെ തോന്നിയത്, ഇതതിനൊന്നും ശരിയായ സമയമല്ല, എനിക്കിപ്പോ വർക്ക് ചെയ്യണ എന്റെ സമയത്ത് മാക്സിമം യൂസ് ചെയ്ത് എനിക്ക് നല്ലൊരു നിലയിൽ എത്തണമെന്നാ എന്റെ ചിന്ത, അതല്ലാതെ എനിക്ക് വേറെ ഒന്നും ഇല്ല എന്ന് പറയും. നിനക്കിങ്ങനെ വേറെ ഫീലിങ്സ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ പ്രഷർ കൂട്ടാനായിട്ട് നീ ഫോൺ നമ്പർ കൊടുത്തെന്തിനാ? അല്ല പിന്നെ. പായു ചിരിച്ചോണ്ട് ഹാപ്പി ആയിട്ട് നിൽക്കുന്ന കാണുമ്പോഴേ നമ്മുടെ പുത്തിന് സമാധാനമാവുന്നു. ഉടനെ പായു പറയും, നിനക്ക് നല്ലൊരു പാർട്ട്ണറെ കിട്ടും, നീ ആഗ്രഹിക്കുന്ന പോലെ നീ സ്നേഹിക്കുന്ന പോലെ ഒരു പാർട്ട്ണറെ നിനക്ക് കിട്ടും, നിനക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് ഞാനും വിഷ് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് ഹാപ്പി ആയിട്ട് ചിരിക്കും. ഉടനെ പുത്ത് പറയും, ശരി എന്നാ ഞാൻ പോവാന്ന് പറഞ്ഞ് പോകുമ്പോഴേക്കും പായു ശരി എന്ന് പറഞ്ഞ് ടാറ്റ ഒക്കെ കൊടുത്തു വിടും. ഇവിടെ നേരെ സിംഗട്ട് ചെയ്താണെങ്കിൽ നമ്മുടെ കേങ്ങിനെയാണ് ചർച്ച് പോലൊരു സ്ഥലത്ത് ഒറ്റയ്ക്ക് വന്നിട്ട് ഒരു ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഭയങ്കര സങ്കടമായിട്ട് ഇരിക്കുന്നത്. പുത്തിപ്പ അവനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു കാണും എന്നൊക്കെ ഓർത്തിട്ട് ഭയങ്കര സങ്കടമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും പുത്ത് നേരെ ഇവനെ അന്വേഷിച്ച് അവിടെ വരും. ഇവന്റെ പുറകെ വന്ന് നിന്നിട്ട് ഇവൻ അറിയത്തില്ല നമ്മുടെ പുത്ത് പുറകെ വന്ന് നിൽപ്പുണ്ടെന്ന്. പുറകെ വന്ന് നിന്നിട്ട് ഇവനെ കോൾ ചെയ്യും. ഇവൻ കോൾ എടുത്ത് നോക്കി പുത്താ വിളിക്കുന്നതെന്ന് അറിയുമ്പോഴേക്കും ഇവൻ കോള് കട്ട് ചെയ്ത് വിടും. ഇത് കണ്ടതും പുത്തിന് മനസ്സിലാവും ഇവൻ പിണങ്ങിയിരിക്കുകയാണ്. ഉടനെ പതുക്കെ നടന്ന് അടുത്ത് വന്നിരിക്കും. ഇവൻ തിരിഞ്ഞു നോക്കുമ്പോൾ പുത്താണെന്ന് അറിയുമ്പോൾ ഒന്നും കൂടെ നീങ്ങിയിരിക്കും. ഉടനെ പുത്ത് വീണ്ടും വന്ന് ഇടിച്ചിടിച്ച് ഇങ്ങനെ ഇരിക്കും. ഉടനെ നമ്മുടെ കേങ്ങ് വെക്കും, നീ എന്താ അവനെ കാണാൻ പോയില്ലേ, നിന്റെ ചെറുക്കനോട് ഇഷ്ടമെന്ന് പറയാൻ പോവാന്ന് പറഞ്ഞിട്ട് പോയില്ലേന്ന് വെക്കും. ഉടനെ പുത്ത് പറയും, നീ അതൊക്കെ ഇപ്പൊ വിട്, ഞാനിപ്പോ നിന്നോട് ചോദ്യം ചോദിക്കാൻ നീ എന്നെ ഉത്തരം പറ. നീ പറഞ്ഞില്ലേ കുറെ ആൾക്കാർക്ക് നിന്നെ ഇഷ്ടമാണെങ്കിൽ നിനക്ക് ഇഷ്ടം ഒരാളെയാണ്, അത് ഞാനാണെന്ന്, ആ സ്പെഷ്യൽ ആയിട്ടുള്ള ആള് ഞാനല്ലേന്ന് വെക്കും. ഇത് കേട്ടതും കേങ്ങാണെങ്കിൽ ഒരുമാതിരി ഇവനെ തിരിഞ്ഞിങ്ങനെ നോക്കുമ്പോൾ ഉടനെ പുത്ത് പറയും, പറഞ്ഞില്ലെങ്കിൽ ഞാനിപ്പോ ഇവിടുന്ന് പോകുന്നു പറയും. ഉടനെ കേങ്ങ് പറയും, നിനക്കെല്ലാം ഓർമ്മയുണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ല, പിന്നെ നീ എന്തിനാ ഇപ്പൊ എന്നോട് ചോദിക്കുന്നത് എന്ന് ചോദിക്കും. എനിക്കെല്ലാം ഓർമ്മയൊക്കെ ഉണ്ട്,
എന്നാലും ഞാൻ ചോദിച്ചതേ ഉള്ളൂ. പിന്നെ നീ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്, നിനക്ക് നല്ല മാറ്റം ഉണ്ടോ എന്ന് പറയുമ്പോൾ കിങ് പറയും, ഓ നീ എന്നെ ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു, എനിക്കുള്ള മാറ്റമൊക്കെ മനസ്സിലാക്കാൻ വയ്ക്കുമ്പോഴേക്കും പുത്ത് പറയും, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ആദ്യമൊന്നും ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നൊന്നും ഇല്ലായിരുന്നു, പിന്നെ പിന്നെ അങ്ങോട്ട് ശ്രദ്ധിക്കുമ്പോഴേക്കും നിന്റെ മനസ്സിലും കണ്ണിലും മുഴുവനും ഞാൻ മാത്രമായിട്ട് എനിക്ക് തോന്നി. ഇപ്പൊ തന്നെ എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ ഞാൻ മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കുവായിരുന്നു. അപ്പോഴാണ് എന്നോട് മോൻ പറഞ്ഞത്, നീ ഒരു ദിവസം മോനോട് ചോദിച്ചെന്ന് പുത്തിന് ഇതുപോലുള്ള ചെറുക്കന്മാരെയാണ് ഇഷ്ടം എന്ന് നീ ചോദിച്ചെന്ന് അവനോട് പറഞ്ഞു. അതൊക്കെ അറിഞ്ഞിട്ട് എനിക്ക് ഏത് ചെറുക്കന്മാരെയാണ് ഇഷ്ടമെങ്കിൽ അതുപോലെ ആകാൻ വേണ്ടിയല്ലേ നീ ശ്രമിച്ചത്, പിന്നെ ഇടയ്ക്ക് വെച്ച് നീ എന്തിനാ ഗീവ് അപ്പ് ചെയ്ത് പോകുന്നത് എന്ന് ചോദിക്കും. ഞാനാണ് ഒറ്റ ഇടിയും വെച്ച് കൊടുത്തേനെ, ചെറുക്കനെ ഇത്രയും സങ്കടപ്പെടുത്തി എല്ലാം ചെയ്തിട്ട് അവൻ ഒന്നും അറിയാത്ത കണക്ക് ചോദിക്കുക, നീ എന്തിനാ ഗീവ് അപ്പ് ചെയ്തതെന്ന്. ഇന്നലെ രാത്രിയിലത്തെ ഇവന്റെ വർത്താനത്തിന് ഞാനാണെങ്കിൽ പിന്നെ ഇവനെ ബെഞ്ചിൽ പോലും എത്തത്തില്ല. എന്നിട്ട് പുത്ത് തന്നെ നമ്മുടെ കിങ്ങിനെ ഹക്ക് ചെയ്തിട്ട് വെക്കും. പറ, നിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ആൾ ഇപ്പോഴും ഞാൻ തന്നെ ആണോ എന്ന് ചോദിക്കും. എനിക്ക് എന്നെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും കിങ് ചിരിച്ചോണ്ട് പറയും, അതേന്ന് പറയും. എന്നിട്ട് ചോദിക്കും, നീ പായുവിനെ ഇഷ്ടമാണ്, ബോയ് ഫ്രണ്ട് ആയിട്ട് ഇരിക്കാവോ എന്ന് ചോദിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് എന്താ ചോദിച്ചില്ലേ എന്ന് ചോദിക്കും. ഉടനെ തന്നെ പറയും, എനിക്ക് സ്മാർട്ട് ആയിട്ടുള്ള ചെറുക്കന്മാരെക്കാട്ടി ഇഷ്ടം ഇതുപോലുള്ള സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ചെറുക്കന്മാരെയാണെന്ന് പറയും. ഇത് കേൾക്കുമ്പോഴേക്കും ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മുടെ കിങ് ചിരിക്കും. ചിരിച്ചു കഴിഞ്ഞാൽ ഓർക്കുന്നത്, ഇവന് സ്റ്റുപ്പിറ്റാന്ന് പറഞ്ഞില്ല. ഉടനെ ചോദിക്കും, നീ എന്താ പറഞ്ഞത്, ഞാൻ സ്റ്റുപ്പിറ്റ് ആണെന്ന് എന്ന് ചോദിക്കും. എന്നിട്ട് അവൻ തന്നെ പറയും, സാരമില്ല, നിനക്ക് വേണ്ടി ഞാൻ സ്റ്റുപ്പിഡ് ആയിട്ട് വേണമെങ്കിലും ഇരിക്കാന്ന് പറയും. എന്നിട്ട് പുത്ത് പറയും, അത് അവൻ ഭയങ്കര യോഗ്യനായിട്ട് പറയും, നീ ഇനി ചെറുക്കന്മാരുമായിട്ടൊന്നും റിലേഷൻഷിപ്പിലൊന്നും ഇരിക്കാൻ പാടില്ല, ആരെയും ബെഡ്റൂമിലോട്ടൊന്നും വിളിച്ചോണ്ട് വരാൻ പാടില്ല എന്ന് പറയുമ്പോഴേക്കും കിങ് അറിയില്ല, നീ ആയിട്ട് ഫസ്റ്റ് ടൈം എപ്പോ ചെയ്തു, അതിനുശേഷം ഞാൻ ആരുമായിട്ട് ഒരു റിലേഷൻഷിപ്പും ഇല്ല, ഞാൻ അങ്ങനെ തന്നെയാ ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പറയും. നീയും അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് പറയും. ഉടനെ പുത്ത് പറയും, ശരിയാ, ഞാനും അങ്ങനെ തന്നെ, നമ്മൾ തമ്മിൽ എപ്പോഴാണോ ഇത് തുടങ്ങിയത് അതിനുശേഷം ഞാൻ വേറൊരു ചെറുക്കന്മാരെയും ടച്ച് പോലും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഹാപ്പി ആയിട്ട് കിസ് ചെയ്യും. നമ്മുടെ കിങ്ങിനാണ് ഭയങ്കര ഹാപ്പി, കാരണം അവന് കുറെ നാളായിട്ട് ഇവനെ ഇഷ്ടമാണല്ലോ. ഉടനെ ചാടി എന്നിട്ട് പറയും, ഭയങ്കര ഉച്ചത്തിൽ വിളിച്ചു പോകും, എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്, എന്റെ ബോയ് ഫ്രണ്ടിന്റെ പേര് പുത്ത് എന്നാണ്, എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട്, എന്റെ ബോയ് ഫ്രണ്ടിന്റെ പേര് പുത്ത് എന്നാണെന്ന് പറയും. ആദ്യമൊക്കെ പുത്ത് പറയും, മിണ്ടായിരിക്കും ആരെങ്കിലും കേൾക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവൻ എഴുന്നേറ്റിട്ട് പറയും, എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്, എന്റെ ബോയ് ഫ്രണ്ടിന്റെ പേര് കേങ്ങെന്നാണ്, എന്റെ ബോയ് ഫ്രണ്ടിന്റെ പേര് കേങ്ങെന്നാന്ന് പറഞ്ഞിട്ട് അവനും കിടന്ന് വിളിച്ചു പോകും. അവസാനം രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഹഗ് ചെയ്ത് സന്തോഷമായിട്ടിരിക്കും. അങ്ങനെ നമ്മുടെ പിള്ളേരുടെ സ്റ്റോറി ഇവിടെ തീരുവാണ്. നിങ്ങൾക്ക് ഇവരുടെ സ്റ്റോറി ഇഷ്ടപ്പെട്ട് കാണുമായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾ എന്താ കമന്റ് ചെയ്യാത്തത്? നിങ്ങൾക്ക് എല്ലാവർക്കും ബോറടിച്ചോ? ഞാനാണെങ്കിൽ എപ്പോഴും കമന്റ് നോക്കും, കമന്റ് ഭയങ്കര കുറവാണ്. നിങ്ങൾ കമന്റ് ചെയ്താലേ എനിക്കൊരു മോട്ടിവേഷൻ ആകത്തുള്ളൂ. അപ്പൊ എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി എല്ലാവരും കമന്റ് ചെയ്തൊക്കെ. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാൻ. ടാറ്റാ, ബൈ ബൈ.